മുഖ്യമന്ത്രി UDF സർക്കാർ ഭരണത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചതാണ്. അത് കാരണം ഞങ്ങൾ ഇന്ന് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ട് KSRTC യാത്ര ചെയ്യാൻ കയറി. ഞങ്ങളോട് ടിക്കറ്റ് എടുക്കണം പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധ സമരവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് കോഴിക്കോട് നടന്ന ഒരു വിചിത്രമായ സമരം, അത് വളരെ ശ്രദ്ധയാകർഷിച്ച ഒന്നാണ്. കാരണം UDF ഇലക്ഷനിൽ കൊടുത്ത വാഗ്ദാനം പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇന്ന് സമരം നടത്തിയത്. സമരമൊക്കെ നല്ലതാണ്, പക്ഷെ ഇവിടെ നിലവിൽ ഒരു സർക്കാരില്ല എന്നത് സമരക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല. ഇവിടെ ഇപ്പോഴുള്ളത്, കേരളത്തെ സംബന്ധിച്ചോളം ഇപ്പോഴുള്ളത്, പിണറായി വിജയൻ സർക്കാർ രാജിവെച്ചു. ഗവർണർ സാധാരണഗതിയിൽ അതിന്റെ ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് കാവൽ തുടരാൻ ആവശ്യപ്പെടും. കാവൽ സർക്കാരായി പിണറായി സർക്കാർ, അടുത്ത സർക്കാർ അധികാരം ഏൽക്കുന്നത് വരെ കാവൽ സർക്കാരാണ് ഇവിടെയുള്ളത്, സംസ്ഥാനത്തുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നത്? ഉത്തരവിറക്കണ്ടേ? ഉത്തരവിറക്കിയാലല്ലേ വാഗ്ദാനങ്ങൾ, ഉത്തരവിറക്കണമെങ്കിൽ സർക്കാർ വരണ്ടേ? അപ്പോൾ നിലവിൽ കേരളത്തിൽ സർക്കാരില്ല എന്നത് തന്നെയാണ് സമരക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഒരു സർക്കാർ അധികാരത്തിൽ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് അതിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം മുതൽ മാത്രമേ അതിന് ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യണം. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് മന്ത്രിസഭാ യോഗം കൂടിയതിനു ശേഷമാണ് ഉത്തരവുകൾ ഇറക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ ഉത്തരവുകൾ ഇറങ്ങിയതിനു ശേഷമേ ഒരു സർക്കാർ നിലവിൽ വരികയുള്ളൂ. ഒരു ഇലക്ഷനിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ അത് നടപ്പിലാക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു സർക്കാർ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി നമുക്ക് കൊടുത്ത വാഗ്ദാനങ്ങളൊന്ന് കണ്ട് തിരിച്ചു വരാം. നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ്. സൗജന്യ യാത്ര ഫ്രീ. എവിടെ വേണമെങ്കിലും പോവാം. എവിടെ വേണമെങ്കിലും ടൂറ് പോവാം, തീർത്ഥാടനത്തിന് പോവാം, അമ്പലത്തിൽ പോവാം, എവിടെ വേണമെങ്കിലും പോവാം. ഒരാൾ ടിക്കറ്റ് എടുക്കണ്ട, ബസ്സിൽ കയറുക, ഇഷ്ടമുള്ളിടത്തേക്ക് പോവുക, തിരിച്ചു വരിക. എല്ലാവരും സ്കൂളിലാക്കാൻ പോകണമെങ്കിലും ഒക്കെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ബസ്സിൽ കയറുക, പോവുക, വരിക എന്നുള്ളതല്ലാതെ പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയില്ല. UDF അതറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? 15-ാം തീയതി മുതല്, അടുത്ത മാസം 15-ാം തീയതി മുതൽ ഫ്രീ ആണ് യാത്ര. അറിഞ്ഞോ? സന്തോഷമായോ? കേട്ടായിരുന്നോ അത്? അതാണ്. തൃശ്ശൂർക്ക് എത്ര പൈസ സാറിന് കൊടുക്കേണ്ടത്? 365 പേർക്ക്. അപ്പോഴേ എല്ലാരോടും, ഞാനും വേണുഗോപാൽ സാർ ഇപ്പൊ ബസ്സിൽ കയറിയത് നമ്മുടെ UDFന്റെ പ്രചരണാർത്ഥമാണ്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ പിന്നെ ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ യാത്ര സൗജന്യമായിരിക്കും. അപ്പൊ ഈ വാഗ്ദാനത്തിനെ ചോദ്യം ചെയ്താണ് ഇന്ന് കോഴിക്കോട് നടന്ന സമരം. KSRTC സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നടന്ന സമരം. ആ സമരക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിലവിൽ കേരളത്തിൽ സർക്കാരില്ല, കാവൽ മന്ത്രിസഭ മാത്രമാണ് ഉള്ളത്. കാവൽ മന്ത്രിസഭ ഉത്തരവുകളൊന്നും നടപ്പാക്കാൻ സാധ്യമല്ല, ഒരു കാര്യവും ചെയ്യാൻ സാധ്യമല്ല. വെറുതെ ഒരു കാവലിരിക്കൽ മാത്രമാണ്. അപ്പോൾ ഈ ഇലക്ഷൻ സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കണമെങ്കിൽ ആദ്യം ആ സർക്കാർ അധികാരത്തിൽ എത്തേണ്ടതുണ്ട്. ആ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ആദ്യം മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സർക്കാർ നിലവിൽ വരികയുള്ളൂ.
എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിലവിൽ കേരളത്തിൽ സർക്കാരില്ല, ഈ സമരത്തിന് യാതൊരു ഒരു പ്രശസ്തിയും ഇല്ല എന്ന് തന്നെയാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം സമരം ഒക്കെ ആവശ്യമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷന് മുന്നേ വാഗ്ദാനങ്ങൾ കൊടുത്താൽ അത് പാലിക്കേണ്ടതുണ്ട് എന്നൊക്കെ. പക്ഷെ വൻ ഭൂരിപക്ഷത്തോടു കൂടി UDF അധികാരത്തിലെത്തി. ആ മന്ത്രിസഭ അധികാരമേൽക്കുന്നതിന് ഉള്ള കാലതാമസമൊക്കെ സാധാരണഗതിയിൽ ഉള്ള 10-15 ദിവസത്തിനൊക്കെ ശേഷം തന്നെയാണ് സാധാരണ എല്ലായിടത്തും അധികാരമേൽക്കുന്നത്. 50 ദിവസം 30 ദിവസമൊക്കെ കഴിഞ്ഞ സംസ്ഥാനങ്ങളും ഉണ്ട്. അപ്പോൾ അതൊന്നും വലിയ ഒരു കുറവായിട്ട് കാണാൻ സാധിക്കില്ല. അതൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അതൊക്കെ അവസാനിച്ച് അതിനുശേഷമാണ് ഒരു മന്ത്രിസഭ അധികാരത്തിൽ വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ സമരത്തിന് യാതൊരു പ്രശസ്തിയുമില്ല എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കാനുള്ളത്. സമരം ഒക്കെ ആവശ്യമാണ്, പക്ഷെ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു, ആർക്കു വേണ്ടി സമരം ചെയ്യുന്നു എന്ന് കൂടി ഈ സമരക്കാർ ഓർക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഒരു സർക്കാർ കേരളത്തിൽ ഇല്ല, ഒരു കാവൽ മന്ത്രിസഭ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഈ സമരം വാഗ്ദാനം കൊടുത്ത സർക്കാർ ആദ്യം അധികാരത്തിലെത്തട്ടെ, അധികാരത്തിലെത്തിയതിനു ശേഷമാണ് സമരം ചെയ്യേണ്ടത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.